അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ തേർവാഴ്ച നടത്തുന്ന സമയത്ത് അവിടുത്തെ തടവറകളിൽ കൊല്ലപ്പെട്ടത് 2 കോടിയിലേറെ ആളുകളാണ്. അക്കൂട്ടത്തിലൊരു മലയാളിയും ഉണ്ടായിരുന്നു. നാസി തടങ്കൽ പാളയത്തിൽ കൊല്ലപ്പെട്ട ഏക ഇന്ത്യക്കാരനും ഈ മലയാളി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിച്ചിലോട്ട് മാധവൻ എന്നായിരുന്നു. മാഹിയിലെ മിച്ചിലോട്ട് തറവാട്ടിൽ ഫ്രഞ്ച് എഡ്യൂക്കേഷൻ ഓഫീസറായിരുന്ന മിച്ചിലോട്ട് ഗോവിന്ദൻ്റെയും പെരുന്തോടി മാധുവിൻ്റെയും 3ാമത്തെ മകനായിരുന്നു മാധവൻ. പാരീസിലെ ഷേർമിതി ജയിലിലും റൊമേൻവിലെ തടവറയിലും നാസികളുടെ ക്രൂര പീഡനത്തിന് ഇരയായ മാധവനെ കൊന്ന് മൃതദേഹം കത്തിച്ചു കളയുകയായിരുന്നു. ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്ന 28 വയസ്സുള്ള മാധവനെ മറ്റ് 116 കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പമാണ് കൊന്നുകളഞ്ഞത്. മാഹിയിലും പുതുച്ചേരിയിലുമായിരുന്നു മാധവൻ്റെ വിദ്യാഭ്യാസം. അന്ന് ഫ്രഞ്ച് കോളനികളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഫ്രഞ്ച് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാൻ അവസരം കിട്ടുമായിരുന്നു. അങ്ങനെയാണ് 1937 മാധവൻ സോർബോൺ സർവകലാശാലയിൽ മാത്സ് പഠിക്കാൻ പോയത്. ഫ്രാൻസിൽ എത്തിയ മാധവൻ വൈകാതെ ഇടത് ചേരിയിലേക്ക് എത്തപ്പെട്ടു. അടുത്ത വർഷം ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നേടി. ഹിറ്റ്ലർ ഫ്രാൻസ് ആക്രമിക്കുന്നത് 1940-ലാണ്. അതിനുശേഷം നാസികളുടെ ഭരണമായിരുന്നു അവിടെ. മാധവൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നാസികൾക്കെതിരായ പോരാട്ടം ആരംഭിച്ചു. ഇതിനിടെയാണ് നാസി വിരുദ്ധ ലഘുലേഖകൾ പ്രചരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി മാധവനെ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മാധവൻ്റെ കാമുകിയായിരുന്ന ജിസെൽ മോലയും അറസ്റ്റിലായി. ഈ റെയ്ഡ് നടക്കുമെന്ന് അറിഞ്ഞ് മാധവൻ്റെ ഹോസ്റ്റൽ മുറിയിലെത്തി അവരുള്ള ചില രഹസ്യരേഖകൾ മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ജിസെൽ അറസ്റ്റിലായത്. ഇവരെ പിന്നീട് ജർമ്മനിയിലെ നാസി തടങ്കൽ പാളയമായ ഓഷ്വിറ്റ്സിലേക്ക് കൊണ്ടുപോയി. അടുത്ത വർഷം ജിസെലിനെ നാസികൾ വധിച്ചു. ജിസെലിനൊപ്പം ഓഷ്വിറ്റ്സ് തടവറയിൽ ഉണ്ടായിരുന്ന പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരി ഷാർലറ്റ് ദെൽബോയുടെ ഓഷ്വിറ്റ്സ് ആൻഡ് ആഫ്റ്റർ എന്ന പുസ്തകത്തിലാണ് ഈ കാര്യങ്ങൾ വിശദമായി പറയുന്നത്. അറസ്റ്റിലായ മാധവനെ പിന്നീട് നാസി രഹസ്യ പോലീസായ ഗെസ്റ്റപ്പോക്ക് കൈമാറി. പാരീസിലെ ഷേർമിതി ജയിലിലായിരുന്നു മാധവനെ ആദ്യം കൊണ്ടുപോയത്. അതിനിടെ തടവിൽ നിന്നും രക്ഷപ്പെടാൻ മാധവൻ ശ്രമിച്ചുവെങ്കിലും പിടിക്കപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തെ റൊമേൻവി കോട്ടയിലെ ജയിലിൽ അടച്ചു. മാധവനടക്കം 116 പേരെ കോടതിയിൽ ഹാജരാക്കുക തന്നെ ജയിലിൽ പാർപ്പിക്കുകയായിരുന്നു. അതിനിടെയാണ് ഫ്രാൻസിൽ ഒരു തിയേറ്ററിലുണ്ടായ സ്ഫോടനത്തിൽ 2 നാസികൾ കൊല്ലപ്പെട്ടത്. 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ സംഭവത്തെ തുടർന്നാണ് ഫ്രഞ്ച് നാസി നേതാവ് കാൾ ഉബർഗിൻ്റെ ഉത്തരവ് പ്രകാരം മാധവൻ അടക്കമുള്ള 116 കമ്മ്യൂണിസ്റ്റുകാരെ വധിച്ചത്. മാധവൻ അടക്കം 44 പേരെ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി ഒരു തൂണിൽ കെട്ടിയിട്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഈ കാര്യം സഹതടവുകാരനായിരുന്ന ഫ്രഞ്ചുകാരനായ പിയറി സെർജ് ഷമോഫിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രഞ്ച് ചരിത്രകാരനായ JBP മോർ എഴുതിയിട്ടുണ്ട്. നാസികളുടെ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിൽ നിർഭയം നിന്ന് അവരുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ഫ്രഞ്ച് ദേശീയ ഗീതം ആലപിച്ചാണ് മാധവൻ മരണത്തെ സ്വീകരിച്ചതെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൊന്നതിന് ശേഷം നാസികൾ ഇവരുടെയെല്ലാം ശരീരങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്തു. 2ാം ലോകമഹായുദ്ധം തുടങ്ങിയതോടെ മാധവന് നാടുമായുള്ള ബന്ധം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റോ മരണമോ ഒന്നും വീട്ടുകാർ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഫ്രാൻസിൽ കൊല്ലപ്പെട്ടവരുടെ തടവറയിലെ രജിസ്റ്ററിൽ നിന്നാണ് മാധവൻ മരിച്ച വിവരം പുറത്തറിയുന്നത്. ജയിൽ രജിസ്റ്ററിൽ 27-ാം പേജിൽ 766-ാം നമ്പർ തടവുകാരനായി മിച്ചിലോട്ട് മാധവൻ്റെ പേരാണ്. 2 വർഷം കഴിഞ്ഞാണ് മാതാപിതാക്കൾ മാധവൻ്റെ മരണവിവരം അറിഞ്ഞതെന്ന് ബന്ധുവായ സുജേത രാമകൃഷ്ണൻ പറയുന്നു. മറ്റൊരു കേസിൽ മാധവനോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന ഫ്രഞ്ചുകാരനായ പിയറി സെർജ് ഷമോഫ് പറഞ്ഞ വിവരങ്ങളിലൂടെയാണ് മാധവനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം രസകരമായ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാധവനെ നാസികളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല. ഫ്രഞ്ച് പൗരനായിരുന്നു താനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം മാഹി അന്ന് ഫ്രഞ്ചുകാരുടെ ഭരണത്തിലായിരുന്നു. പാരീസിലെ ഫോർട്ട് മോൺ വലേറിയിൽ സ്ഥാപിച്ച ഫ്രാൻസിൻ്റെ യുദ്ധസ്മാരകത്തിൽ മാധവൻ്റെ പേരുമുണ്ട്. എന്നാൽ അന്നത്തെ മാഹിക്കാരൻ ആയതുകൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ സ്മാരകങ്ങൾ ഒന്നുമില്ല. നമ്മുടെ പ്രശസ്ത എഴുത്തുകാരൻ M. മുകുന്ദൻ്റെ പ്രവാസമെന്ന നോവലിലും മാധവനെക്കുറിച്ച് പറയുന്നുണ്ട്. മാധവൻ കൊല്ലപ്പെട്ട ഫോർട്ട് മോൺ വലേറിയൻ താൻ സന്ദർശിച്ചതായി ഒരു അഭിമുഖത്തിൽ M. മുകുന്ദൻ പറഞ്ഞിരുന്നു. മാധവൻ്റെ ധീര രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മക്കായി ഒരു സ്മാരകമോ ഒരു ഫോട്ടോഗ്രാഫ് പോലുമോ മാഹിയിൽ കാണാനാവില്ല. മാഹിയിലെ കമ്മ്യൂണിസ്റ്റുകാർ പോലും മാധവനെ ഓർക്കാത്തത് സങ്കടകരമാണെന്നും മുകുന്ദൻ പറഞ്ഞിരുന്നു.